സഹകരണ ബാങ്കുകൾ വീട് ജപ്തി ചെയ്യരുതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനം പ്രഹസനമായി മാറുന്നു. സഹകരണ വകുപ്പ് ഇതുവരെ യാതൊരു നടപടിയും ഇത് സംബന്ധിച്ച് സ്വീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാനില്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. വിഷയം സംബന്ധിച്ച ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന മറുപടി നൽകി സഹകരണ വകുപ്പ് ഒഴിഞ്ഞു മാറുകയാണ്. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഗുരുതരമായൊരു വിഷയം തന്നെയാണുള്ളത്. മുഖ്യമന്ത്രിയുടെ വാക്ക് പോലും പ്രഹസനമായി മാറുന്നു, വകുപ്പ് ഒഴിഞ്ഞു മാറുന്നു. ഇവിടെ സാധാരണക്കാർക്ക് എന്ത് വിലയാണ് സർക്കാർ നൽകുന്നത്? വിഷ്ണു, ഫെബ്രുവരി 10-നാണ് അന്ന് വി.എൻ. വാസവന്റെ പ്രസംഗത്തിനിടെ ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സഭയിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതായത് ഈ സർഫാസി നിയമപ്രകാരമുള്ള നടപടികളുമായി പോകുമ്പോൾ വീടുള്ള വസ്തുക്കൾ അത് ജപ്തി ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് സഹകരണ ബാങ്കുകൾ പോകരുതെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശം പൊതുവായി നൽകും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുടർ നടപടികളോ സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഈ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സഹകരണ വകുപ്പ് തയ്യാറാകാത്തതിന് പിന്നിൽ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഒരു പ്രഹസനം മാത്രമായി തീരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞ സംഭവത്തിൽ അന്ന് തന്നെ, അതായത് ഈ സഹകരണ ബാങ്കുകളിൽ നിന്ന് ഇത്തരത്തിൽ വായ്പ എടുക്കുന്ന ആളുകൾ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ജപ്തി നടപടികളിലേക്ക് പോകില്ല. അതായത് അവർക്ക് വീടുകളുണ്ട് എങ്കിൽ, പറയുന്ന വസ്തുവിൽ വീടുകളുണ്ട് എങ്കിൽ ജപ്തി നടപടികളിലേക്ക് പോകില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം എന്നുള്ളത്. പക്ഷേ അന്ന് തന്നെ പ്രായോഗികമായ നിരവധി പ്രശ്നങ്ങൾ ഇതിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു വിഷയത്തിൽ സഹകരണ സംഘങ്ങളെ, ബാങ്കുകളെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളോട് ഉത്തരവിടാനോ നിർദ്ദേശം നൽകാനുള്ള അധികാരമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വിവരാവകാശ രേഖ കൂടി നമ്മൾ പുറത്തുവിടുന്നത്. നമ്മൾ കൃത്യമായ ചോദ്യങ്ങൾ അതിൽ ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് സഹകരണ വകുപ്പിന്റെ അറിവോടെയാണോ ഇത്തരം ഒരു തീരുമാനമുണ്ടായത്? മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, കത്തുകൾ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സഹകരണ വകുപ്പിന് ലഭിച്ചിട്ടുണ്ടോ? സഹകരണ വകുപ്പ് സമാനമായ രീതിയിൽ എന്തെങ്കിലും കത്തുകളോ ഉത്തരവുകളോ നിർദ്ദേശങ്ങളോ ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പകർപ്പുകൾ ലഭ്യമാക്കാമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കാണ്. ഈ ചോദ്യങ്ങളൊന്നും വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഇത്തരം വിവരങ്ങൾ പുറത്തുവിടാൻ ഈ അപേക്ഷ കൊണ്ട് കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് സഹകരണ വകുപ്പ് പോയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ പറയുന്ന രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത്തരം ഒരു ഉത്തരവുണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നുമാണ് സാധാരണഗതിയിൽ വിവരാവകാശ മറുപടി ലഭിക്കുക. കാരണം നിരവധി വാർത്തകൾ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയവരുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തതയുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആകെ മൊത്തം ഒരു പാരഗ്രാഫ് നിറയെ സുദീർഘമായ ഒരു മറുപടി, അതും ഈ RTI നൽകിയ ആളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ. കാരണം ഇത്തരം വിവരങ്ങളൊക്കെ തേടുന്നത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതിന് ഇത്തരം ടിപ്പണികൾ തേടുന്നത് ശരിയായിട്ടുള്ള അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിന് അംഗീകരിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളാണ് ആ ഉത്തരവിൽ അല്ലെങ്കിൽ ഈ RTI മറുപടിയിൽ ഉള്ളത്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സംസ്ഥാനത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം, അതും ലക്ഷക്കണക്കിന് വരുന്ന സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അതിന്റെ ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ആ പ്രസംഗത്തിനപ്പുറത്തേക്ക് ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ സഹകരണ വകുപ്പിന് താല്പര്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ച ചോദ്യങ്ങൾ കൊണ്ടുള്ള മറുപടിയിൽ നിന്ന് ഒളിച്ചു കളിക്കുന്നതും ഒഴിഞ്ഞു മാറുന്നതുമെല്ലാം ഈ നിലപാട് കൊണ്ട് തന്നെയാണ്. പ്രായോഗിക തലത്തിൽ ഇത് നടപ്പിലാക്കാൻ കഴിയാതെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഹസന പ്രഖ്യാപനം മാത്രമായി ഈ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത ആളുകൾക്ക് വീടുകളുണ്ടെങ്കിൽ അത് ജപ്തി ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം മാറി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്ത് പറയേണ്ടത്. വിഷ്ണു, പ്രജിത്ത, മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, നമുക്കറിയാം നിരവധി സഹകരണ ബാങ്കുകളിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു, അതിൽ അന്വേഷണങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ ഈ സഹകരണ ബാങ്കിൻ്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ ഇതിൻ്റെ വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു സംഭവത്തെയും അങ്ങനെ വേണ്ടേ നമ്മൾ കാണാൻ? ശരിക്കും പറഞ്ഞാൽ സഹകരണ ബാങ്കിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണ്ടേ പറയാൻ? വിഷ്ണു, സഹകരണ ബാങ്കുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിവിധ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിരവധി തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കരുവന്നൂരാണെങ്കിലും ശരി, കണ്ടള തുടങ്ങിയിട്ടുള്ള ബാങ്കുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, അങ്ങനെ നിരവധി സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട്, ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും തട്ടിപ്പുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെയായിരുന്നു ഈ സാധാരണക്കാരുടെ കിടപ്പാടം വേറെ മറ്റു മാർഗങ്ങളില്ലാതെ ഒരു ചെറിയ 5 സെന്റ് വസ്തുവിൽ മാത്രം ജീവിക്കുന്ന ആളുകളുടെ വസ്തു അത് ജപ്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ സജീവമായത്.
എന്നുള്ളത് ആ ഒരു മാനുഷിക പ്രശ്നം അത് സഭയിൽ ഉന്നയിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെയും മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തിന് കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി പറഞ്ഞ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റിന് മറ്റ് ചില ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അധിക ഭൂമി, അതായത് ഇപ്പോൾ ഭൂരിപക്ഷം ആളുകൾ ഒരു 5-6 സെന്റ് ഭൂമി, അതിനുള്ളിൽ ഒരു ചെറിയ വീട്, അങ്ങനെ നിൽക്കുന്നവരായിരിക്കും. അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ ഏറ്റവും അധികം ആശ്രയിക്കുന്നതും സഹകരണ സംഘങ്ങളെയാണ്. തൊട്ടടുത്തുള്ള നമുക്കറിയാവുന്ന ആളുകൾ ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ അവർ അതിൻ്റെ ഭരണസമിതിയിലൊക്കെയുള്ള ഒരു സഹകരണ സംഘത്തിൽ സ്വന്തം വീടും സ്ഥലവും വെച്ച് വായ്പയെടുത്ത് കാര്യങ്ങൾ നിറവേറ്റി പോകുന്നവരാണ് മലയാളികൾ ഭൂരിപക്ഷവും. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുകയാണ് ഇത്തരത്തിൽ പലിശ അല്ലെങ്കിൽ വായ്പ മുടങ്ങിയ ആളുകളെ അവരുടെ ജപ്തി നടപടികൾ, വീടുകളുടെ ജപ്തി നടപടികൾ ചെയ്യരുത് എന്ന രീതിയിലൊരു നിർദ്ദേശം നൽകിയാൽ തന്നെ അതിൻ്റെ ബാധ്യത ആര് ഏറ്റെടുക്കുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സാമ്പത്തിക ബാധ്യത വലിയ പ്രതിസന്ധി സഹകരണ ബാങ്കുകൾക്ക് ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങളും മറ്റ് കെടുകാര്യസ്ഥതകളും ഒക്കെ ഉണ്ട്. പല സഹകരണ ബാങ്കുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുണ്ട്. അപ്പോൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ വായ്പകളുടെ ബാധ്യത ആര് ഏറ്റെടുക്കുമെന്ന് പോലും വ്യക്തമാക്കാതെ മുഖ്യമന്ത്രി ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ സ്വാഭാവികമായും സഹകരണ സംഘങ്ങൾക്ക് തുടർന്ന് ഇത്തരം വസ്തുക്കൾക്ക് ലോൺ നൽകാൻ അല്ലെങ്കിൽ വായ്പ നൽകാനുള്ളൊരു സാധ്യതയിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടാകും. കാരണം വായ്പ നൽകുന്നു, വായ്പ മുടങ്ങുമ്പോൾ ജപ്തി അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു. എന്നാൽ സർക്കാർ ഈ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും ആ വായ്പ നൽകുന്നതിൽ നിന്ന് സഹകരണ സംഘങ്ങൾ പിന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ചൂണ്ടിക്കാട്ടിയത്. ജനജീവൻ അടക്കം ഈ സാധ്യതകളെ സംബന്ധിച്ച് നിരവധി വാർത്തകളും നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി സംസ്ഥാന നിയമസഭയിൽ പറഞ്ഞൊരു കാര്യത്തിന് അത് നടപ്പിലാക്കാനുള്ള ഒരു ചിന്തകളിലേക്ക് പോലും, പ്രാഥമികമായിട്ടുള്ള ആലോചനകളിലേക്ക് പോലും സഹകരണ വകുപ്പ് കടന്നിട്ടില്ല എന്നുള്ളതും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒരു പ്രഹസനം മാത്രമായിരുന്നു, അപ്രായോഗികമായൊരു പ്രഖ്യാപനം മാത്രമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. വിഷ്ണു. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.